ഹേ ഗായ്സ്, ഞാനിപ്പോൾ വീട്ടിൽ ക്യാരംസും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മൊബൈലിൽ. അപ്പോഴാണ് വൈകിട്ട് ചായക്ക് എന്താണ് ഇപ്പോൾ കടി കഴിക്കാന്ന് ആലോചിച്ചപ്പോഴാണ് വീട്ടിൽ ബീഫ് ഇരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ബീഫും കൊണ്ട് നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. പൊളിക്കും. നമ്മളങ്ങനെ കുറച്ച് ബീഫൊക്കെ എടുത്ത് നമ്മൾ കുക്കറിലിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വേവിച്ചെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റി വരട്ടെ. ഇനി നമ്മുടെ മസാലയിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങ് ഇടാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്താട്ടത്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗരം മസാല ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതും കൂടി ചെയ്തേക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ആദ്യം മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ ചട്ടിയിലേക്ക് ഇടുന്നത് കേട്ടോ. അങ്ങനെ സംഗതി നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കട്ട്ലേറ്റിന്റെ ടേസ്റ്റ് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ആ മസാലയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ എരിവും ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ബീഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ. വൈകിട്ട് ചായക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.